എല്ലാവർക്കും നമസ്കാരം. ഇമ്മണി വലിയ പെരുന്നാൾ അതിനെത്തിയ എൻ്റെ എല്ലാ ചെറിയ കൂട്ടുകാർക്കും 1000 നന്ദി. അതുപോലെ ഇങ്ങനൊരു പ്രോഗ്രാം ഞാൻ പഠിച്ച് വളർന്ന, ഞാൻ പിച്ചയിച്ച് വളർന്ന എൻ്റെ സ്കൂളാണ്. എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാർ ഇപ്പോഴും സ്റ്റേജിലും നമ്മുടെ ഓഡിയൻസിലൊക്കെ ഉണ്ട്. എടുത്തു പറയാൻ നമ്മുടെ മിനി ടീച്ചർ, അതുപോലെ കഴിഞ്ഞ നമ്മുടെ ഹാപ്പി ടീച്ചർ ഉണ്ടായിരുന്നു, ശശിമാഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ആ കാലം കുറച്ച് ഒരു 5 മിനിറ്റ് ഞാൻ എൻ്റെ ആ ഒരു ചെറിയ കലാലയ ജീവിതത്തെ കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും ഇവിടെ തന്നെ അല്ലേ? ഇവിടെ ഉണ്ടോ? ഞാൻ നല്ലൊരു കയ്യടി കൊടുത്ത പെടുക്കാൻ പൊട്ടുന്ന പോലെ. അടിപൊളി. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഏകദേശം 1ാം ക്ലാസ്സിൽ പഠിച്ചത് ആ ഒരു ഓട് മേഞ്ഞ കോമ്പൗണ്ടിലായിരുന്നു. അതിനുശേഷം എൻ്റെ 7ാം ക്ലാസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 6E ആ ക്ലാസ് ആയിരുന്നു. കണക്കിൽ വളരെ മോശമായിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. കാരണം എനിക്ക് കണക്ക് കൂട്ടലുകളൊക്കെ വളരെ തെറ്റുന്ന ഒരാളായതുകൊണ്ട് ശശിമാഷ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ അടി വാങ്ങിയ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കും വൈദ്യൂര് നമ്മുടെ ഈ സ്കൂളിലെ സ്റ്റുഡൻ്റ് ആയി ഞാൻ. അപ്പം അതിനുശേഷം വെളിയങ്കോട് സ്കൂൾ കഴിഞ്ഞു. അതിനുശേഷം ഒരു ജോലിക്ക് വേണ്ടി നല്ലൊരു ഡിഗ്രിയൊക്കെ എടുത്ത് നിൽക്കുന്ന ഒരു സമയത്താണ് കലാലയ ജീവിതത്തിലേക്കുള്ള കാൽവെപ്പ്. 13 വർഷത്തെ എൻ്റെ കലാജീവിതത്തിൽ ഒരു പക്ഷേ ഏറ്റവും വലിയ ഒരു വേദിയാണ് ഞാൻ നിൽക്കുന്ന ഒരു വേദി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം 10,000 20,000 ഒക്കെ വാട്സിലൊക്കെ പാട്ടുപാടി ഒരുപാട് വേദികളിലും നമ്മുടെ കേരളത്തിനകത്തും പുറത്തൊക്കെ ഒരുപാട് വേദിയിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു സൗണ്ട് സിസ്റ്റവും ഞാൻ പഠിച്ചു വളർന്ന ഈ ഒരു കലാലയ ഈ ഒരു കോമ്പൗണ്ടിലെ എൻ്റെ ഈ കുട്ടികളുടെ മുന്നിലൊക്കെ പാട്ട് പാടാൻ കിട്ടുന്ന ഒരു വേദി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. അതിനെനിക്ക് വേദി ഒരുക്കിയ നൗഷാദ് മാഷ്, നമ്മളെ ഒരു സ്കൂളിലെ എൻ്റെ ടീച്ചേഴ്സ്, ഗുരുക്കന്മാർ, എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ് നന്ദി പറയുകയാണ്. കാരണം ഒരുപാട് ഓർമ്മകൾ, വിഷമം കൊണ്ട് പറയാൻ പറ്റുന്ന ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ എൻ്റെ പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് അത് പറയുന്നില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. കാരണം ഇനി എൻ്റെ കുട്ടികളോട്, എല്ലാവരും ഇവിടെ ഉണ്ടോ? ശ്രദ്ധിക്കണ്ടോ? ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ അറിവ് എന്ന് പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസം ആദ്യം നമുക്ക് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ്. നമ്മുടെ ഉപ്പ, അച്ഛൻ, അമ്മ, ഉമ്മ, അതിനുശേഷം നമ്മളുടെ ഗുരുക്കന്മാർ. ഇവരൊക്കെ എന്നും നമ്മുടെ കലാലയ ജീവിതം കഴിഞ്ഞു പോയാലും, ഇപ്പം എൻ്റെയൊക്കെ പ്രായമായി വരുമ്പോൾ, നിങ്ങളൊക്കെ വലിയ കുട്ടികളാവുമ്പോൾ ഡോക്ടറായിട്ടും എഞ്ചിനീയറായിട്ടും പോലീസായിട്ടും അല്ലേ, പല കലാകാരന്മാരായിട്ടും പാട്ടുകാരായിട്ടും ഒക്കെ ഭാവിയിൽ വളരുമ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്നും ബഹുമാനിക്കപ്പെടേണ്ട നമ്മുടെ അച്ഛൻ, അമ്മ, ഗുരുക്കന്മാർ. അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ ഗുരുക്കന്മാർക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തേ.